ദാദാജി കൂടെ ഇറങ്ങി ഒരു ഡാൻസ് കളിക്കും. ഞാൻ ഡാൻസ് കളിക്കാൻ ഞാൻ ഇരുന്നൂറത്തിന്ന് എഴുന്നേക്കണ തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ 3 തവണയായിട്ടാ. ഒന്നത് എങ്ങനെ, പിന്നതെ ഇങ്ങനെ, പിന്നതെ എന്നോട് ഇവിടെ പറയാ ഡാൻസ് കളിക്കാൻ. ദാദാജി ഇന്ന് ഭയങ്കര മഞ്ഞുരുക്കുവാന്ന് തോന്നുന്നു ഹിമാലയത്തില്. ആണോ? വെള്ള ഹിമക്കരടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ദാദാജി ഒന്ന് സൂക്ഷിച്ചോണം. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ? എന്റെ അമ്മേ, കഴിഞ്ഞ ദിവസം മഞ്ഞുടിക്കിട്ട് ഞാൻ ഈ മുറ്റത്ത് കിടന്ന് ഉറങ്ങുക. ഒരു ഹിമക്കരടി വന്നുവെച്ചാൽ അതിന്റെ കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് എന്നെ എടുത്തിട്ട് മലയുടെ മേളിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മ വക്കലും നക്കലും വക്കലും പിന്നെ സഹിക്കാം. ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ നക്കാൻ നേരത്തെ ഇക്കിളി വരുമെന്ന് ചിരിക്കാനും പാടില്ല. ഈ കാലം കൊല്ലും. ഇതൊക്കെ പോട്ടെ, അവസാനം പാലൂട്ടാൻ നിർബന്ധിക്കും. ഞാൻ പിന്നെ ഒരു പ്രകാരത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോകുന്നത്. അതെ, നോക്കിയപ്പോ ഇവിടെ അടുത്ത് താമസിക്കാൻ ലോഡ്ജോ ഹോട്ടലോ ഒന്നും ഇല്ല. ദൂരെ നോക്കിയപ്പോ ഇവിടെ ഒരു വെട്ടം കണ്ടത്. ആ വെട്ടം കണ്ട് വന്നതാ. വെട്ടം കണ്ടവരെ നീ ആരാ? ഈയലോ? അയ്യോ, ആളായിരുന്നാ? അയ്യോ സോറി കേട്ടോ, ഞാനിപ്പോ 10 മിനിറ്റ് കൊടുത്തേ. എന്തിന്? ഞാൻ വിചാരിച്ച പേഷൻ കേട്ടായിരിക്കും.